നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മള് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെ കയറി പൊക്കോളും. പക്ഷെ ലൈവ് മനസ്സിലായാലും നിങ്ങൾ പിടിക്കരുത്, കാരണം നമ്മൾ പിടിക്കുന്ന പോലെ പിടിക്കരുത്, അപകടമാണ്. അപ്പൊ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് മുക്കാട്ടുകരയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ മുക്കാട്ടുകര പോസ്റ്റ് ഓഫീസ് റോഡില് വീടിന്റെ ഫ്രണ്ടില് കാർ പോർച്ചിന്റെ സൈഡിലായിട്ട് ഒരു പഴയൊരു കൊട്ട കുറച്ച് മണ്ണൊക്കെ ആയിട്ട് ഷൊട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലാണ്. എങ്ങനെയാണ് അപ്പൊ ഇവിടെ ഓടിന്റെ അടിയിലായിരുന്നു. ആ ഓക്കെ. ഓടെടുത്തപ്പോ ചേട്ടൻ ഓടെടുത്തപ്പോ നേരെ അത് ഈ കൊട്ടയുടെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മൾ അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയൊരു മുറുക്കമ്പമാണ്. അപ്പോ എടുക്കാം. ചെറിയ പീസ് വൈപ്പ് മതി. അപ്പൊ അതിലേക്ക് നമുക്ക് പാമ്പിനാക്കാം. ആ നമ്മളതിനെടുക്കും, പുറത്തേക്ക് എടുക്കും. കാണാൻ എന്തായിട്ട് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. ഒത്തുണ്ടല്ലോ, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് അതുപോലെ കഴിഞ്ഞു. ഞാൻ മാളം കാണിച്ചോടത്തെ കയറിക്കോളും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മള് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെ കയറി പൊക്കോളും. പക്ഷെ ലൈവ് മനസ്സിലായാലും നിങ്ങൾ പിടിക്കരുത്, കാരണം നമ്മൾ പിടിക്കുന്ന പോലെ പിടിക്കരുത്, അപകടമാണ്. ലൈസൻസ് വേണം, സർട്ടിഫിക്കറ്റ് വേണം. അല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ 7 വർഷം വരെ ശിക്ഷയാണ്. അത് മൂർഖനായാലും നീർക്കോലി ആയാലും മലമ്പാമ്പായാലും. അപ്പൊ അത് വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക സംഭവം. ചിലവർക്ക് ഇത് കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് സിമ്പിളാണല്ലോ. അതെ, ഞാനതിന്റെ പരിശീലനം കൊടുക്കുന്ന ആളാ. അപ്പൊ 65 വയസ്സ് വരെയാണ്. 77 അപ്പൊ പിന്നെ പറ്റില്ല. അപ്പൊ ഇതിന്റെ നമ്മള് പേപ്പറിൽ കണ്ടിട്ടേ ഞാനൊരു ഫോറസ്റ്റ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടു. എവിടെ പുറത്തല്ല, ഇന്നല്ല 3-4 കൊല്ലം മുമ്പ് 2020 മുതലേ തുടങ്ങിയ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ, അയ്യോ നിങ്ങളുടെ പ്രായം യൂത്ത് പിള്ളേർക്ക് വേണ്ടി 65 വയസ്സ് വരെ ഉണ്ട്. 65 വയസ്സ് വരെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. അപ്പോ വലിയ താല്പര്യമുള്ള കേസ് ഇതിനെ കൊല്ലണ കാര്യത്തിൽ അഭിപ്രായം. നല്ല കാര്യം. അത് മനഃപൂർവ്വം വന്നൊരാളെ കടിക്കുന്നതല്ല. നമ്മൾ കാലെടുത്ത് ഒരു തരി മണ്ണ് കൊണ്ടാണ് വേനെടുക്കുന്നവരാണ്. അത്രയും സോഫ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും അതിനെ കൊല്ലേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാവരും ചിന്തിക്കട്ടെ. നമ്മുടെ കാര്യം എല്ലാവർക്കും ചിന്തിക്കാലോ. കണ്ടു കഴിഞ്ഞാൽ അവിടെ ചങ്ങാതി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കൊല്ലണം. അപ്പോ സംഭവം ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് വരണമെങ്കിൽ നമുക്ക് വാലിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു പൊത്തുണ്ട്. അത് ഇത് കൊട്ട മാറ്റിയപ്പോഴാണ് നമ്മൾ കണ്ടേ. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാ. അപ്പൊ നമ്മള് നേരെ അതുകൊണ്ടാണ് നമ്മൾ വാലിലെടുക്കേണ്ടി വന്നത്. വാലിലെടുത്തു, നമ്മൾ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുന്നവര് ഒരു കാര്യം മനസ്സിലാക്കാന്നുള്ളത്, ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ആൾക്ക് ഇതിനെ ഇപ്പൊ ഈ സംഭവം കണ്ടപ്പോ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാല് വനം വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ പാമ്പുകളെ അല്ലെങ്കിൽ വന്യജീവികളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അനുകരിക്കരുത്. കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിക്കാതെ ഇത് ഇത് നമ്മള് സ്റ്റിക്ക് എന്ന് പറയുന്നത് മറ്റേ സാധനമല്ല, ടോങ്ക് ഒന്നും അല്ലല്ലോ ഉപയോഗിക്കണേ. നമ്മൾ ഈ ഹുക്ക് ജസ്റ്റ് പാമ്പിനെ ഒന്ന് എടുക്കാൻ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമാണ്. ഒരു വളഞ്ഞ കമ്പി അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അവിടെ മൈൻഡ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീട്ടിൽ കാണാം. മിറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നത് ഇതിന്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. വെൽഡിങ്ങിന്റെ ടീമുകൾ വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് കാണിച്ചോ. വെൽഡിങ് ചെയ്യുന്ന സുഹൃത്തുക്കളാണ് അഞ്ചേരിയില് അഖിൽ ആൻഡ് ടീം. അപ്പൊ അവരാണ്. അപ്പൊ അവര് മുകളിൽ നിന്നിട്ട് കാണാൻ, ഇവിടെ നിന്നിട്ട് കാണാനുള്ള ഒരു പരിപാടിയായിരുന്നു. നിങ്ങൾ താഴെ വന്നു കഴിഞ്ഞാൽ ഒന്ന് വീഡിയോ എടുത്ത് തന്ന ഉപകാരമാണെന്ന് പറഞ്ഞപ്പോ അവര് നേരെ താഴെ വന്നു. വീഡിയോ അഖിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അഞ്ചേരിയിലുള്ള. അപ്പൊ ഓക്കെ. അപ്പൊ അതും കൂടെ ഞാൻ പറയാൻ വേണ്ടിട്ടാണ്. അവർക്ക് ഇപ്പൊ നമ്മളിത് വെച്ചു കൊടുത്ത ഒരു മാളാണ്. പാമ്പിനെ സംബന്ധിച്ചോളം പാമ്പ് പാടെ വിളിച്ചിരുന്നത് എന്തുകൊണ്ടാ? മാളം കാരണം കൊണ്ട് വിളിച്ചിരുന്നത്.
അപ്പൊ നമ്മള് വന്നു കഴിഞ്ഞാല് നമ്മൾ പിന്നെ അതിനടുത്ത് അഭ്യാസം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് അതിനടുത്ത് കൊണ്ടുപോകാനാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വേറൊരു മാളം അവർക്ക് വെച്ചു കൊടുത്തു. അവിടെ നമ്മൾ ഈ കൊട്ട മാറ്റി ഈ കൊട്ട മാറ്റിയപ്പോ അവൻ ഓടിപ്പോയതുണ്ട്. അപ്പൊ അടുത്ത മാളം നോക്കിയിട്ടാ പോയത്. അവൻ ഇവിടെ മറയതുകൊണ്ട് അവൻ ഈ മാളം കണ്ടില്ല. അപ്പൊ നമ്മളെടുത്ത് ആക്കി കൊടുത്തോളൂ. കണ്ടുപോയിക്കുള്ളി കയറി. ഞാൻ വിട്ടില്ലേ, വാല് വിട്ടു കയറിപ്പോയി. അപ്പൊ കണ്ണ് കാണും. എല്ലാ പാമ്പുകൾക്കും കണ്ണ് കാണും. അത് ഓരോ പാമ്പുകളിൽ അതിന്റെ ഇനം അനുസരിച്ച് കാഴ്ചയുടെ പരിമിതി ഉണ്ട്. അതല്ല, മൂർഖൻ, ചേര ഒക്കെ പകല് നല്ല കാഴ്ചയുള്ള, രാജവെമ്പാല ഒക്കെ നല്ല കാഴ്ചയുള്ള. അത് ഓരോ പാമ്പുകൾ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചില പാമ്പുകൾ ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പോ സംഭവം കുറച്ച് കഥകൾ നമ്മൾ പറഞ്ഞു. സംഭവം ആൾക്കും കുറെ ഡൗട്ടുകളുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ചോദിച്ചു, ആൾക്കും വ്യക്തമായിട്ട്. അതുപോലെ നമ്മുടെ വീഡിയോ എടുത്തുന്ന സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മീറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.